ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്ട്രാറ്റജി ഫോർ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ തമ്മിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലിവറേജിനെ കുറിച്ചിട്ടാണ്. ലിവറേജ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലിവറേജ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിവറേജും അതിൻ്റെ ടൈപ്സുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ലിവറേജ് എന്ന് നോക്കാം. ലിവറേജ് എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത് ഫിസിക്സിൽ നിന്നാണ്. ഫിസിക്സിൽ നിന്നിട്ട് ആണ് എന്ത് ലിവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വന്നിട്ടുള്ളത്. ഇൻ ഫിസിക്സ് ഇറ്റ് മീൻസ് ടു ലിവർ ഓർ റേസ്. അതായത് ഇൻ ഫിസിക്സിൽ നമ്മൾ ലിവറേജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊക്കുക എന്നുള്ളതിൻ്റെ അർത്ഥമാണ്, അല്ലെങ്കിൽ ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ് ലിവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളൊരു ലിവർ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലിവർ യൂസ് ചെയ്യാണ്. ലിവറാണ് വരച്ചത്. എന്തെങ്കിലും നമുക്ക് പൊക്കാൻ കഴിയാത്ത സാധനം നമുക്ക് പൊക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവർ യൂസ് ചെയ്യുന്നത്. അപ്പം ലിവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അത് വെക്കാൻ. എന്തെങ്കിലും ഒരു ഫൽക്രം വേണം. അതായത് നമ്മൾ ആപ്പ് വെക്കുക എന്നൊക്കെ പറയില്ലേ, അതേപോലെ എന്തെങ്കിലും ഒരു ഫൽക്രം ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ലിവർ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് വെച്ച് നമുക്ക് ഈ ഒരു വെയിറ്റുള്ള ഒരു സംഭവം നമുക്ക് പൊക്കാൻ പറ്റും. അതാണ് നമ്മൾ സാധാരണ കേസിൽ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കുണ്ടാവുന്ന ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് എന്തിൽ പറയുന്നത്, ബിസിനസ്സിൽ നമ്മൾ ലിവറേജ് എന്ന് പറയുന്നത്. ഇന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടുകൾ യൂസ് ചെയ്തോ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ജനറലി ദ ടേം ലിവറേജ് മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഇൻ്റർ റിലേറ്റഡ് വാരിയബിൾ. രണ്ട് വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലിവറേജിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വാരിയബിൾ ഉണ്ടാവുമ്പം അതായത് ഇൻ്റർ റിലേറ്റഡ് വാരിയബിളാണ്. ഒരു വാരിയബിൾ ഉണ്ടാവുന്ന ചേഞ്ച് മറ്റൊരു വാരിയബിൾ അത് കറസ്പോണ്ടൻ്റ് ആയിട്ട് ഇഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. It refers to percentage change in one variable corresponding to percentage change in another variable. ഒരു വാരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ വാരിയബിളിൽ എന്തായാലും എന്ത് ചെയ്യും, ഇഫക്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ദ ടേം ലിവറേജ് ഇസ് യൂസ്ഡ് ഇൻ എ സ്പെസിഫിക് സെൻസ്. ഹിയർ ഇറ്റ് മീൻസ് ദാറ്റ് ബൈ യൂസ് ഓഫ് certain fixed cost the firm increase meaningful or lever up its profitability. അതായത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ എന്താണ്, ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മളെന്താണ് അഡീഷണൽ ഫണ്ട് അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട്, അത് നെക്സ്റ്റിൽ പറയുന്നുണ്ട് എന്താണ്, ദ എബിലിറ്റി ഓഫ് ദ ഫേം ടു യൂസ് ദ ഫിക്സഡ് കോസ്റ്റ് അസെറ്റ് ഓർ ഫണ്ട് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓൺ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിട്ടേൺ ഇൻക്രീസ് ചെയ്യുക. അതായത് എന്താണ്, ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക. അത് എങ്ങനെയാണ്, ഫിക്സഡ് കോസ്റ്റ് അസറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഫണ്ട് പറയുന്നത് ബോറോവ്ഡ് ഫണ്ടാണ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അഡീഷണൽ ഫണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ നിലവിലുള്ള പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ലിവറേജ് കൊണ്ട് കൊടുക്കുന്നത്, ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിവറേജ് ജസ്റ്റ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അതിൻ്റെ ടൈപ്സ് ഓഫ് ലിവറേജ്. 3 തരം ലിവറേജ് ആണ് നിങ്ങൾക്കറിയാം. ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് കമ്പൈൻഡ് ലിവറേജ്. ഇങ്ങനെ 3 ലിവറേജുകളാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ലിവറേജും അതിൻ്റെ കമ്പ്യൂട്ടേഷനുമാണ്. ആദ്യം നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്നാണ് നോക്കുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, ദ യൂസ് ഓഫ് ബോറോവ്ഡ് മണി ടു മേക്ക് മോർ മണി ഈസ് കോൾഡ് ഫിനാൻഷ്യൽ ലിവറേജ്. എന്താണ്, ബോറോവ്ഡ് മണി യൂസ് ചെയ്ത് ഫേമിൽ എന്താണ് കൂടുതൽ മണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുക. അതായത് ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് എ ഫേം യൂസ് ഡെപ്റ്റ് ഓർ പ്രിഫറൻറ്റ് ക്യാപിറ്റൽ ഓർ ബോത്ത് ഇൻ എ ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് ഇസ് എ ഫേം ഇസ് ലിവറേജ്ഡ് ഫേം. ഒരു ഫേം അവരുടെ കമ്പനിയിൽ ഡെപ്റ്റ്
ഡെപ്റ്റ് ഫിനാൻസോ അല്ലെങ്കിൽ പ്രിഫറൻസ് ക്യാപിറ്റലോ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടും യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫേമിനെ നമുക്ക് ഫിനാൻഷ്യലി ലിവറേജ്ഡ് ഫേമാണെന്ന് പറയാം. അവിടെ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട് എന്ന് പറയാം, അതേപോലെ ലിവറേജ്ഡ് ഫേമാണെന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ടൈപ്സ് 2 തരമാണുള്ളത്. ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജും അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജും. ഇങ്ങനെ 2 തരത്തിലാണ് ഫിനാൻഷ്യൽ ലിവറേജിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഏർണിംഗ് ബൈ യൂസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആർ മോർ ദാൻ ദർ ഫിക്സഡ് കോസ്റ്റ്. അതായത് നമ്മുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഏർണിങ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ പുറത്തുള്ള ഫണ്ടുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും. ഒന്നെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആവാം, ഡെപ്റ്റ് ആവാം. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാവുന്ന ഏർണിങ്സ് അതിൻ്റെ കോസ്റ്റിനേക്കാളും എന്താണ് കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഏർണിങ്സ് കോസ്റ്റിനേക്കാളും കൂടുന്ന അവസ്ഥയാണെങ്കിൽ, ഏർണിങ്സ് കൂടുകയാണ് ചെയ്യുന്നത്, കോസ്റ്റ് കുറയുകയാണെങ്കിൽ നമുക്കവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ഉള്ളത് എന്ന് പറയാം. അപ്പോൾ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണെന്ത്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നാണ് പറയാം. നെക്സ്റ്റ് അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. എങ്ങനെയാണ്, ഇവിടെ ദ ഫേം ഏർണിങ്സ് ആർ ലെസ് ദാൻ ദ കോസ്റ്റ് ഓഫ് ദ ബോറോഡ് ഫണ്ട്. ബോറോ ചെയ്ത ഫണ്ടിൻ്റെ കോസ്റ്റിനേക്കാളും കുറവാണ് അവരുടെ ഏർണിങ്സ് കുറവാണ്, കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെയുള്ള കേസിലായിരിക്കും നമ്മൾ അൺഫേവറബിൾ ആണെന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് അൺഫേവറബിൾ ആണെന്ന് പറയാം. അപ്പോൾ 2 കേസാണ്, ഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജും അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജും. ഒന്ന് ഏർണിങ്സ് കൂടുകയും കോസ്റ്റ് കുറയുകയും ചെയ്യുന്നതാണ് ഫേവറബിൾ ലിവറേജ്. ദെൻ അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൂടുതലായിരിക്കും, പക്ഷേ അതിൽ നിന്നുള്ള കോസ്റ്റിൻ്റെ അത്രയും ഏർണിങ്സ് നമുക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ അൺഫേവറബിൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് പറയാം. ഇങ്ങനെ 2 തരത്തിലാണ് ലിവറേജ് ഉള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജ് കൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. 2 തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ്. ഒന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സും അതേപോലെ ഫിനാൻഷ്യൽ റിസ്കിലുമാണ് ഇതിൻ്റെ ഇഫക്റ്റ് കൂടുതലായിട്ടും ഉണ്ടാവുക. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എബിറ്റ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫിക്സഡ് ചാർജസ്. അതായത് ബോറോഡ് ഫണ്ടിൻ്റെ ചാർജസും അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എബിറ്റിനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇഫ് ദ കമ്പനീസ് റേറ്റ് ഓഫ് ഏർണിങ്സ് ഇസ് ഹയർ ദാൻ ദ റേറ്റ് ഓഫ് ഫിക്സഡ് ചാർജസ്. അതായത് ഏർണിങ്സ് അല്ലെങ്കിൽ എബിറ്റ് നമ്മുടെ ബോറോഡ് ഫണ്ടിൻ്റെ ചാർജസിനേക്കാളും കൂടുതലാണ്, അതിൻ്റെ കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ഫേവറബിൾ അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് EPS. EPS എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സിൽ ഫേവറബിൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയാം. അവിടെ എന്താവണം, ഏർണിങ്സ് ഹയർ ദാൻ ദി കോസ്റ്റ് ആയിട്ട് മാറണം. അപ്പോഴാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക. ദെൻ ഫിനാൻഷ്യൽ റിസ്കിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ്. ഒരു കമ്പനി ഫിനാൻഷ്യൽ ലിവറേജ് ഉള്ള കമ്പനിയാണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവും. ഓക്കെ, അത് ഓർത്ത് വെച്ചോളാം. ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് ഉറപ്പായിരിക്കും. കാരണം നമുക്ക് ഫിനാൻഷ്യൽ റിസ്ക് ഉണ്ടാവും. കാരണം ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ബോറോഡ് ഫണ്ടാണ് യൂസ് ചെയ്യുന്നത്, അത് ഡെപ്റ്റ് ഫണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുമ്പം അതിൻ്റെ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഫിനാൻഷ്യൽ റിസ്ക് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് മീൻസ് ദ ഫേംസ് ഇന്നബിലിറ്റി ടു കവർ ദ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ്. ഒരു ഫേമിന് അവരുടെ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് കവർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അതായത് അവരുടെ ഇന്നബിലിറ്റീനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഡെപ്റ്റ് കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ മറ്റ് പേയ്മെൻറ്റ്സുകൾ നടത്താൻ കഴിയില്ല. അപ്പോൾ കമ്പനി കൂടുതൽ ഫിനാൻഷ്യൽ റിസ്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ മോർ ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ ഡെപ്റ്റ് ഇൻ എ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഗ്രേറ്റർ വുഡ് ബി ദ ഫിനാൻഷ്യൽ റിസ്ക്. ഒരു ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ഫിനാൻസ് കൂടുതലാണെങ്കിൽ ആ ഫേമിൽ ഫിനാൻഷ്യൽ റിസ്ക്
കൂടുതലായിരിക്കും എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഫിനാൻഷ്യൽ ലിവറേജ് എപ്പോഴും എന്താണ് നമുക്ക് തരിക? ഫിനാൻഷ്യൽ റിസ്ക് ആണ് തരിക എന്ന് മനസ്സിലാക്കി വെക്കാം. മറന്നു പോകരുത്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാക്കുന്ന റിസ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് 2 ഇമ്പാക്റ്റുകളാണ് എന്തിലുള്ളത്? ഫിനാൻഷ്യൽ ലിവറേജിൽ ഉള്ള 2 ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് നോക്കുന്നത്. FL എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? FL കമ്പ്യൂട്ട് ചെയ്യാനുള്ള ഇക്വേഷനാണ് എബിറ്റ് ഡിവൈഡഡ് ബൈ EBT, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എബിറ്റ് എന്ന് പറയുന്നത്. EBT എന്ന് പറയുന്നത് എന്താണ്? എബിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് കുറച്ചാലാണ് EBT കിട്ടുക. EBT എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ടാക്സ്. ടാക്സ് കുറയ്ക്കുന്നതിന് മുന്നുള്ള ഏർണിംഗ് ആണ്, പക്ഷേ ഇൻട്രസ്റ്റ് കുറച്ചിട്ടുണ്ടാവും അതിന്. പിന്നെ അതിലുള്ള ഒന്നാണ് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് അഥവാ DFL എന്ന് പറയും. DFL കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ആണ് എന്ത്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. അപ്പം DFLൻ്റെ എമൗണ്ട്, അതായത് DFL ഇസ് ഗ്രേറ്റർ ദാൻ 1 ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് എന്നാണ് പറയുക. DFLൻ്റെ കോൺസ്റ്റൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ഈ ഒരു 1ൽ കൂടുതലാണ് എന്ത്? DFL എങ്കിൽ, അതായത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഫേമിന് ഫിനാൻഷ്യൽ ലിവറേജ് ഹൈ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കമ്പ്യൂട്ടേഷൻ്റെ കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് 2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഫിനാൻഷ്യൽ ലിവറേജ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. നമുക്ക് താഴെ കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 20,000, സെയിൽസ് 10,000 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ വിട്ടുപോയതാണ്. 2 lakh ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 2 lakh ആണ് വാല്യൂ. ദെൻ വാരിയബിൾ കോസ്റ്റ് 1 lakh ആണ് തന്നിട്ടുള്ളത്. ദെൻ ഫിക്സഡ് കോസ്റ്റ് 60,000. ഇതിൽ നിന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ലിവറേജ് FL എന്ന് പറയുന്നത് എന്താണ്? എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ആണ് അല്ലേ? എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ആണ് എന്ത്? ഫിനാൻഷ്യൽ ലിവറേജ്. ഇവിടെ നമുക്ക് രണ്ടും തന്നിട്ടില്ല. എബിറ്റ് ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷേ EBTയും തന്നിട്ടില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം എബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ്സ് എ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് നമുക്ക് എബിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. പക്ഷേ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം നമുക്കറിയാം. എന്താണ്? സെയിൽസിൽ നിന്നും വാരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നത് കോൺട്രിബ്യൂഷനാണ്. കോൺട്രിബ്യൂഷന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നു അറിയാലോ. അപ്പം നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം? എബിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ എബിറ്റ് കണ്ടുപിടിക്കാൻ സെയിൽസ് എത്രയാണ്? സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസ് എത്ര തന്നിട്ടുള്ളത്? 2 lakh ആണ് നമ്മുടെ സെയിൽസ് ഉള്ളത്. ദെൻ മൈനസ് 1 lakh കുറച്ചാൽ നമുക്ക് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടും? എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ 1 lakh കിട്ടും. ഓക്കെ, 1 lakh ആണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ കിട്ടുക. ദെൻ അതിൽ നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? അതായത് എബിറ്റ് ആണത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എബിറ്റ് ആണ്. എബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എബിറ്റ് കിട്ടും അല്ലേ? അപ്പം കോൺട്രിബ്യൂഷൻ നമുക്ക് 1 lakh കിട്ടി. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? 60,000 മൈനസ് ചെയ്യും. 60,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 40,000 എന്ത് കിട്ടി? എബിറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ എബിറ്റ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. എബിറ്റ് ഈക്വൽ ടു 40
1000 നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിൽ EBT ആണ്. അപ്പോൾ EBT കണ്ടുപിടിക്കാൻ നമുക്കൊന്നും നോക്കണ്ട, EBITന്നും ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. അത് 40,000 മൈനസ് ഇൻട്രസ്റ്റ് 20,000. 20,000 കുറച്ചാൽ നമുക്ക് EBT 20,000 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ എന്താണ്, EBIT നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 40,000. 40,000 നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള 20,000 ഈക്വൽ ടു എത്ര, 2. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് എന്ത്, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് നിങ്ങൾ തന്നെ സ്വന്തമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, അപ്പം ഒന്നും കൂടി എളുപ്പമാവും. അപ്പോൾ ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു 3 ഫേംസിൻ്റെ കാര്യങ്ങളാണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ദ സ്ട്രക്ചർ ഓഫ് ദി കമ്പനി, ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി 20,000, 10% ഡിവഞ്ചർ ഓഫ് 100 ആൻഡ് 10,000 ഇക്വിറ്റി ഷെയർ ഓഫ് 10 ഈച്ച്. ടാക്സ് റേറ്റ് 50%. Calculate the earning per shares if the operating profit means EBIT are 1 lakh, 1,60,000 and 40,000. ഇപ്പോൾ 3 ലെവൽസിൽ നമുക്ക് EBIT തന്നിട്ടുണ്ട്. അതെ, EBIT നമുക്ക് 3 ലെവലിലായിട്ടാണ് തന്നിട്ടുള്ളത്. 1 lakh, 1,60,000, 40,000. ഇങ്ങനെ 3 ലെവൽസിലാണ് ഒരു കമ്പനീൻ്റെ EBIT വാല്യൂസ് തന്നിട്ടുള്ളത്. പിന്നെ മറ്റുള്ള കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് EPS ആണ്. ഓക്കെ, EPS ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം EPS എന്ന് പറയുന്നത് എന്താണ്, EPS ഈക്വൽ ടു ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ്. എന്ത്, നമ്പർ ഓഫ് ഷെയർസ് ആണ് EPS. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിക്കാനുണ്ട്, DFL കൂടി കണ്ടുപിടിക്കണം. ഓക്കെ, DFL അതായത് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കൂടിയും ഇതൊന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നാൽ നമ്മൾ എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് EBIT ലെവൽസ് എഴുതുക. അതായത് ഓരോ ലെവൽ EBIT, ആദ്യത്തെ ലെവലിൽ എന്താണ് 1 lakh ആണ്, സെക്കൻഡ് ലെവൽ 1,60,000, തേർഡ് ലെവൽ 40,000. ഇങ്ങനെയാണ് നമ്മൾ EBIT ലെവൽ എഴുതേണ്ടത്. പിന്നെ നമുക്ക് EPS കണ്ടുപിടിക്കാൻ ആദ്യം ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് വേണം. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു EBITൽ നിന്നും ഇൻട്രസ്റ്റും കുറയ്ക്കണം, ടാക്സും കുറച്ചാൽ മാത്രമേ നമുക്ക് ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിന്ന് എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ആണ് കുറയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കുറയ്ക്കണം. ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ ഉണ്ടാവുക ഡിബഞ്ചറിലായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക, അല്ലേ. 20,000 10% ഡിബഞ്ചറാണ്. അപ്പോൾ 20 rupees 100. അപ്പോൾ 20,000 × 100 2 lakh. 2 lakh ആണ് മൊത്തം ഡിബഞ്ചർ. ഇതിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്, 20,000 ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാവർക്കും 20,000 ആണ് ഉണ്ടാവുക. 3 ലെവൽസിൽ നിന്നും 20,000 കുറയ്ക്കും. അപ്പോൾ 3 ലെവൽസിൽ നിന്നും 20,000 കുറച്ചു. ഇൻട്രസ്റ്റ് എന്തെന്ന് കുറച്ചു, EBIT എന്ന് കുറച്ചു. അങ്ങനെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നെക്സ്റ്റ് കിട്ടും. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്, EBT. ഓക്കെ, അപ്പോൾ 80,000, 1,40,000, then 20,000. ഇങ്ങനെ 3 EBT ലെവൽസ് കിട്ടും. ഇനി നമുക്ക് ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണം. ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ടാക്സ് കുറയ്ക്കണം. ടാക്സ് ഇതിന്ന് കുറച്ചാൽ നമുക്ക് എത്രയാണ്, 50% ആണ് ടാക്സ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 50% നമ്മൾ കാണേണ്ടത് EBTൻ്റെ മുകളിൽ നിന്നാണ്. അതായത് 80,000-ൻ്റെയും 1,40,000-ൻ്റെയും 20,000-ൻ്റെയും മുകളിൽ നിന്നാണ് ഈ ഒരു 50% കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ 80,000-ൻ്റെ 50% എന്ന് പറയുന്നത് 40,000, 1,40,000-ൻ്റെ 50% 70,000, 20,000-ൻ്റെ 50% എന്ന് പറയുന്നത് 10,000. ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിക്കുക. അപ്പം EBTന്നും ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 40,000, 70,000, 10,000 ഇതിങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏർണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ സുഖമാണ്. ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്രയാണ്, 10,000 ആണ്
ടോട്ടൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. ഓക്കെ, അപ്പം 40,000 ആദ്യത്തെ ലെവൽ നോക്കുമ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 4 കിട്ടും. ദെൻ 70,000 ഡിവൈഡഡ് ബൈ 10,000, ഇതൊക്കെ നമ്മൾ 10,000 കൊണ്ട് മൈനസ് ചെയ്യാം. നമ്മുടെ ഇക്വിറ്റി ഷെയറിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അപ്പം അങ്ങനെ ഓരോന്നിൻ്റെയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 and 1 കിട്ടും. അപ്പം EPS നമുക്ക് എന്ത് ചെയ്യും, കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളോട് ആദ്യം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. EPS നമ്മൾ എന്ത് ചെയ്തു, ഇതൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് DFL ആണ്. DFLൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് DFLൻ്റെ ഇക്വേഷൻ? DFL ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് സംഭവമാണുള്ളത്. ഇതൊന്നും നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ തന്നിട്ടുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതിൽ ഓരോന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ളൊരു ഇക്വേഷനാണ്. ഇക്വേഷൻ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ലെവൽ എമൗണ്ട് ഇൻറ്റു 100 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് 3 ലെവൽസാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ ഒരു 3 ലെവലിൽ നിന്നും എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ EPSൻ്റെ ചേഞ്ചാണ് നോക്കുക. അപ്പോൾ EPS ഇവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ. EPS 4, 7, 1. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിന്നും രണ്ടാമത്തെ ലെവലിലേക്ക് എത്ര ചേഞ്ച് വന്നു, ഫസ്റ്റ് ലെവലിൽ നിന്നും മൂന്നാമത്തെ ലെവലിലേക്ക് എത്ര ചേഞ്ച് വന്നു. ഇവിടെ 3 ലെവൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. ഇപ്പോൾ 2 ലെവൽസ് മാത്രമാണെങ്കിൽ നമ്മൾ ആ ലെവലിൽ നിന്ന് മറ്റേ ലെവലിലേക്ക് എത്ര ചേഞ്ച് വന്നു എന്ന് മാത്രമാണ് നോക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചേഞ്ചാണ് നോക്കുക. ആദ്യത്തെ ലെവലിൽ 4 ആണുള്ളത്. ഈ 4 എന്ത് ചെയ്തു, ഫസ്റ്റ് ലെവലിൽ നിന്നും സെക്കൻഡ് ലെവലായപ്പോൾ 7 ആയിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് 4നെ 7 ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ +3 ആണ് ചേഞ്ച് ഉള്ളത്. നെക്സ്റ്റ് ലെവൽ, അതായത് 4 നിന്നും ലാസ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഇവിടേക്കുള്ള ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്, 4 1 ആയിട്ടാണ് മാറിയത്. അപ്പോൾ ഇവിടെ എത്ര ചേഞ്ച് വന്നു, -3ൻ്റെ ചേഞ്ച് ഉണ്ട്. ചേഞ്ച് ഡിവൈഡ് ബൈ ഫസ്റ്റ് ലെവൽ എമൗണ്ട് എപ്പോഴും 4 എന്നാണ് വരിക. EPSൻ്റെത് ഫസ്റ്റ് ലെവലിൽ 4 അല്ലേ. അപ്പം നമ്മൾ ആദ്യത്തെ ലെവലിൻ്റെത് ചെയ്ത് നോക്കാം. അപ്പം ഈക്വൽസ് ടു ഫസ്റ്റ് ലെവലിൻ്റെ ചേഞ്ച് വന്നത് 4 നിന്നും 7 ആയിട്ട് മാറിയതാണ്. 4 നിന്നും 7 ആയിട്ട് മാറിയതുകൊണ്ട് +3 ആണ് ചേഞ്ച്. ഫസ്റ്റ് ലെവൽ എമൗണ്ട് 4 × 100 എത്ര കിട്ടും, +75% എന്ന് കിട്ടും. ദെൻ രണ്ടാമത്തെ ലെവൽ, അതായത് ഫസ്റ്റ് ലെവലിൽ നിന്നും 4 1 ആയിട്ട് മാറി അല്ലേ. 4 1 ആയിട്ട് മാറി. അപ്പം നമുക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് -3 ആണ് അല്ലേ. 4 നിന്ന് 1 കുറഞ്ഞതല്ലേ, അപ്പോൾ -3ൻ്റെ ചേഞ്ച് വന്നു. ഫസ്റ്റ് ലെവൽ എമൗണ്ട് എത്രയാണ്, 4 ആണ്, × 100 ഈക്വൽ ടു എത്രയാണ്, -75%. ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ EPS കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ഇൻ EBIT ആണ് കണ്ടുപിടിക്കുന്നത്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT, അതും നമ്മൾ അതേപോലെയാണ് ചെയ്യുക. എന്താണ്, ചേഞ്ച് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ലെവൽ എമൗണ്ട് × 100 ആണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മൾ EBIT ലെവലാണ് നോക്കേണ്ടത്. ആദ്യത്തെ ലെവലിൽ 1 lakh ആണുള്ളത്. ദെൻ അത് 1,60,000 ആവുന്നു, പിന്നെ 40,000 ആവുന്നു. ഫസ്റ്റ് ലെവൽ എമൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും 1 lakh ആയിരിക്കും. അപ്പോൾ ചേഞ്ച് നോക്കുമ്പം A എന്ന് പറഞ്ഞിട്ടുള്ള EBIT ലെവലിൽ നിന്നും B എന്ന് പറഞ്ഞ EBIT ലെവലിലേക്ക് എത്ര ചേഞ്ച് വന്നു, 1 lakh ഉള്ളത് 1,60,000 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഉള്ള ചേഞ്ച് എന്ന് പറയുന്നത് 60,000ൻ്റെ ചേഞ്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആ ചേഞ്ച് ഇവിടെ എഴുതും, ഈക്വൽ ടു +60,000ൻ്റെ ചേഞ്ചാണ് അവിടെ വന്നത്, ഫസ്റ്റ് നിന്നും സെക്കൻഡിലേക്ക് വന്നത്. ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ലെവൽ എമൗണ്ട് 1 lakh × 100 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, +60% എന്ന് കിട്ടും. ഓക്കെ,
ഇനി ഒരു ലെവലും കൂടി ഇല്ലേ, ഫസ്റ്റ് ലെവലിൽ നിന്ന് നമ്മൾ എന്താണ് മൂന്നാമത്തെ ലെവലിലേക്ക് പോകുമ്പം ഈ 1 lakh നിന്നും സി എന്ന് പറഞ്ഞ ലെവലിലെത്തിയപ്പോൾ 40,000 ആയിട്ടാണ് മാറിയത്. അവിടെ കുറഞ്ഞതാണ്. 1,40,000 ആയി മാറുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാണ്? -60,000 അല്ലേ? -60,000 ആണ് അവിടെ ചേഞ്ച് വരുന്നത്. -60,000 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ലെവൽ എമൗണ്ട് 1 lakh തന്നെ ഇൻറ്റു 100. അപ്പം എങ്ങനെ വരും? -60% എന്ന് വരും. ഇതിൽ നിന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളെ DFL കണ്ടുപിടിക്കാം ആണല്ലോ. DFL എത്രയാണ്? അപ്പം ഇവിടെ എഴുതാം. DFL എന്ന് പറയുന്നത് എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EPS എത്രയാണ്? 75 ആണ് നമുക്ക് കിട്ടിയത്. ഒന്ന് മൈനസും പ്ലസും കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ലെവലിൻ്റെ പ്ലസ് എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ 75% ആണ് EPS ഡിവൈഡഡ് ബൈ 60% ആണ് എന്ത്? EBITൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 60 ഇത് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? DFL കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DFL ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നാൽ നമ്മൾ DFL കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഭാഗത്തിൽ ഡിസ്കസ് ചെയ്തത് എന്താണ്? ലിവറേജ് ആണ്. അതിൽ ഫിനാൻഷ്യൽ ലിവറേജ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കമ്പ്യൂട്ടേഷനുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ ഭാഗത്തിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ, ബാക്കിയുള്ള ലിവറേജ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.